ഇപ്പോൾ അബോർഷൻ എന്ന് പറയുന്നത് തെറ്റായി നമ്മൾ കണക്കാക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിക്ക് വേറൊരു ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുകയും അതിനെ അബോർഷൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് സഭ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിന് ഒരു അബോർഷൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുകയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സഭയുടെ നിലപാട് എന്തായിരിക്കും? അബിന് ഇപ്രകാരം ഒരു സാഹചര്യം വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതായത് ജീവിത പങ്കാളിയാകാൻ പോകുന്ന പെൺകുട്ടി മറ്റൊരാളുമായുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് ശരിയായ തീരുമാനമാണെന്ന് അബിന് ചിന്തിക്കാൻ പറ്റുമോ? അത് തെറ്റായ കാര്യമാണ്, അല്ലേ? അങ്ങനെ സംഭവിച്ച കാര്യം തുറന്ന് പറഞ്ഞുകൊണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുക, അതിനകത്ത് കുഴപ്പമില്ല. മറിച്ച് ഇവിടെ ഗർഭഛിദ്രം എന്ന് പറയുന്നതിന് അത് അതിൽ തന്നെ തിന്മയായൊരു കാര്യമാണ്. ഒരു ജീവനെ നശിപ്പിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അത് ദൈവം തന്ന ജീവനാണ്. ആ ജീവനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നശിപ്പിക്കുന്നത് അതിൽ തന്നെ തിന്മയായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഒരു കാരണവശാലും ന്യായീകരിക്കപ്പെടാൻ പറ്റിയാൽ ഇവിടെ എന്താണ് അതിന് ന്യായം പറയുന്നത്? ആ പെൺകുട്ടിയുടെ ഭാവിയെ കുറിച്ചാണ് നമ്മൾ ന്യായം പറയുന്നത്, അല്ലേ? അതല്ല എങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹ ജീവിതത്തെ അതിന് തടസ്സമായി വരും. അത് ബുദ്ധിമുട്ടാണ്. ശരി, ആ ഒരു മാനം അതിനില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ഭാവി പോലെ, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിയായ പുരുഷന്റെ അഭിമാനം പോലെ, അല്ലെ അതിനേക്കാളും എത്രയോ വലുതാണ് ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിൻ്റെ ജീവനും. ആ കുഞ്ഞിൻ്റെ ഭാവിക്ക് വിലയില്ലേ? ആ കുഞ്ഞിൻ്റെ ജീവന് മൂല്യമില്ലേ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മൾ ചെയ്യുന്നത് അക്ഷന്തവ്യമായ അപരാധമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി അപ്രകാരം വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ തമ്മിൽ വിവാഹം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സൗഹൃദവും സ്നേഹവും തുടങ്ങിയത് എങ്കിൽ അവർ വിവാഹ ജീവിതത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ പരിശ്രമിക്കും. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇപ്പോൾ അൺവെഡ് മദേഴ്സായ, വിവാഹത്തിന് മുൻപ് ഗർഭം ധരിക്കുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഭവനങ്ങളും കാര്യങ്ങളും അവിടെ ഈ കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ തന്നെ അവൾക്കതിൽ നിന്ന് സ്വതന്ത്രമാകാവുന്ന സാഹചര്യം സർക്കാർ സംവിധാനങ്ങൾ അതിനു വേണ്ടിയുണ്ട്. അതിന് ഉള്ള സാഹചര്യങ്ങൾ സഭയും ചില സ്ഥലങ്ങളിൽ ക്രമീകരിക്കാറുണ്ട്. അപ്രകാരമുള്ള സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്ന. ഒരു ജീവനെ നശിപ്പിച്ചിട്ട് നമ്മൾ ഒരു ന്യായവും പറയുന്നതിൽ അർത്ഥമില്ല. ജീവന് തുല്യം ജീവൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഗർഭഛിദ്രമാണ് എല്ലാറ്റിൻ്റെയും എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്നുള്ളത് പുതിയ തലമുറയിലെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവർ തങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അപകടകരമായ വഴികളിലേക്കാണ് നയിക്കുന്നത് എന്ന സത്യം ഓർക്കും. പലപ്പോഴും ഇങ്ങനത്തെ ഗർഭഛിദ്രത്തിന് വിധേയമായ സ്ത്രീകൾ മാനസികമായും ശാരീരികമായും ആകെ തളർന്നു പോകാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത കിട്ടാത്ത രീതിയിൽ അവരുടെ മനസ്സ് ഭാരപ്പെട്ടു പോകുന്നത് പലരും പങ്കുവച്ചിട്ടുള്ളത് എനിക്കറിയാം. അതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ തെറ്റായ വഴികളിലൂടെ തെറ്റിനെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. ഇതെല്ലാം ചെയ്ത് മറച്ചു വെച്ചേച്ചിട്ട് മറ്റൊരു പുരുഷനെ കബളിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എങ്കിൽ അതും വിവാഹത്തിൻ്റെ പവിത്രതയ്ക്ക് വിരുദ്ധമല്ല. അതുകൊണ്ട് ശാകുന്തളത്തിൽ മുനി പറയുന്നൊരു ഉപദേശമുണ്ട്. രഹോബന്ധം വിശേഷിച്ചും പരീക്ഷിച്ചിട്ട് ചെയ്യണം. രഹസ്യമുള്ളറിയാത്തോരിൽ വൈരമായി തീരും ഇത്തരം എന്നാണ്. ഈ ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അങ്ങനെ വളരെ അനായാസേന സംഭവിക്കേണ്ട ഒരു കാര്യമായി മനസ്സിലാക്കരുത്. ഒരു വ്യക്തിയുമായുള്ള ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഏറ്റവും സമ്പൂർണമായ സമർപ്പണമാണ്.
ആ സമർപ്പണത്തിൽ എത്തുക എന്ന് പറയുന്നത് വിവാഹത്തിലൂടെയാണ് അത് സംഭവിക്കേണ്ടത്. അല്ലാതെയുള്ള ബന്ധങ്ങൾ പലപ്പോഴും ഇങ്ങനെ ജീവിതത്തിൻ്റെ താളപ്പിഴകളായി തന്നെ അവസാനം വരെയും നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ള സത്യം കൂടി നിങ്ങൾ യുവജനങ്ങൾ മനസ്സിലാക്കും.